അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നുസി, ഞാനിപ്പോൾ വരാം. എങ്ങോട്ടേക്കാ? അത് ഒരു അത്യാവശ്യമുണ്ട്. ആ, ആയിക്കോട്ടെ. ഉമ്മയുടെ റൂമിൽ നിന്ന് ഒരു പൊതിയും എടുത്തു കണ്ടാണ് ഷമ്മാസ് പുറത്തേക്ക് പോകുന്നത്. ഒരു നിമിഷം നുസൈബക്ക് തോന്നി ഉമ്മ എന്തെങ്കിലും ഏൽപ്പിച്ചതായിരിക്കും. അല്ലാതെപ്പോൾ എന്തായാലും വേണ്ടില്ല, എങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഷമ്മാസ് വേഗം കാറിൽ കയറി യാത്രയാവുകയാണ്. എന്നാൽ ഈ സമയം സൗദ, നുസിയെ, ഷാമോൻ എവിടെ? ഷാമോന് എന്തൊരു അത്യാവശ്യം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിക്കണേ. എന്നാലും ഷാമോൻ സ്ഥലം പറഞ്ഞില്ല. പോണ സ്ഥലം എന്താ പറയാൻ, ഇപ്പോൾ വരുമായിരിക്കും. ഉമ്മാൻ്റെ അടുത്തേക്കോ ഇനി എവിടേക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോവുമായിരിക്കും. പിന്നെ എല്ലതും ഞാൻ ചോദിച്ചറിയുന്നില്ല. എടി പെണ്ണേ, അങ്ങനെ ആണുങ്ങൾ നമ്മൾ വിടാൻ പാടില്ലല്ലോ. കുറച്ചൊരു കൺട്രോൾ വെക്കേണ്ട പോലെ കാര്യത്തിൽ. പിന്നെ എല്ലാത്തിനും വിട്ടുകഴിഞ്ഞ് കൊടുക്കണ്ട കേട്ടോ ഷാമോനെ കണ്ടാൽ എല്ലാവരും മോഹിക്കണതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം എന്താ പറയുക, ആണുങ്ങളായാലും ഒരു കരുതൽ വേണം. പിന്നെ ഷമ്മാസ് എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഷമ്മാസിനെ ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, അവൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അതുമാത്രമല്ല, പിന്നെയെന്ന് വെച്ചാൽ അവൻക്ക് എല്ലാവരുടെ കാര്യത്തിൽ എങ്ങനെ പെരുമാറല് എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല. അതിനെന്താണ് നുസി, നിൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിക്കേ, ഞാൻ വിളിച്ചോളാം. കൊണ്ടാ? വേണ്ട സൗദത്ത, ഇപ്പോൾ വിളിക്കേണ്ട, ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വിളിച്ചാൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. അങ്ങനെ ദേഷ്യം പിടിക്കാൻ പാടില്ല. അതെന്താന്നോ ഞാൻ പറഞ്ഞിട്ടേ, ആണുങ്ങളൊക്കെ ആയാലേ കുറച്ചൊക്കെ നമ്മൾ വരച്ച വരമ നിർത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. അതല്ലേ ഒന്നുമല്ല, ഉമ്മാക്ക് നിറച്ചാൽ കുറച്ച് കൂടുതലാണ്. എല്ലാവർക്കും ഇങ്ങനെ സഹായം വാരിക്കോരി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞമ്മക്കൊരു കണ്ണ് വേണം. പിന്നെ ഇന്നലെ ആ പോക്കൊന്നും തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ സമീറ എന്ന് പറഞ്ഞൊരു അന്യ പെണ്ണാണ്. അതിവിടെ എന്ന് വെച്ചാൽ വേലക്കാരിയായി നിന്ന പെണ്ണിന് ഉമ്മ കൊടുത്ത സ്ഥാനമാണ്. അല്ല, ഉമ്മ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വേലക്കാരിനൊക്കെ നോക്കാൻ വേണ്ടി പോയി നിൽക്കുന്നത്? ഉമ്മക്ക് എന്താ പാർപ്പേരത്തിൻ്റെ ജോലി എങ്ങാനുണ്ടോ? ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മക്ക് കുറച്ച് ഉമ്മാൻ്റെ ആ ഒരു ഇത് കുറക്കണം. അതായത് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാം കണ്ട ആൾക്കാർക്കും സഹായം കൊടുത്തുകൊണ്ടും സഹായിച്ചുകൊണ്ടുള്ള ഉമ്മാൻ്റെ ആ ഒരു പരിപാടിനെ നിർത്തണം. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഇങ്ങനെ താഴ്ന്ന് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഷമ്മാസിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയതാണെങ്കിലോ എല്ലാത്തിനും ഇങ്ങനെ ഓടിച്ചാടി പോകണ എന്തിനാ? കുറച്ചൊക്കെ ഡീസൻറ്റിൽ നിൽക്കണ്ടേ? ഒന്നുമില്ലെങ്കിൽ നല്ല പൈസക്കാരല്ലേ നമ്മളൊക്കെ ഇവിടുത്തെ മരുമക്കളും അല്ലേ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആ നമ്മൾ മരുവളായിട്ട് പോലും അവിടുത്തെ വേലക്കാരി പെണ്ണിൻ്റെ വയറ് കാണാൻ പോയത്. എന്നാൽ അത് കേട്ട നുസൈബ പറഞ്ഞു, സൗദത്ത, നമ്മുടെ മനസ്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മളില്ലാത്തവർക്ക് കൊടുക്കണം, എങ്കിലല്ലേ നമുക്ക് സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് എന്നുള്ള ചിന്താഗതി പാടില്ലല്ലോ. നുസൈബ, എൻ്റെ മാപ്പിളിനാരെയും പാട്ടിലാക്കണേ വരെ ഉണ്ടാവും എൻ്റെ ഈ വിട്ടൊഴിച്ച് കൊടുക്കൽ. പിന്നെ ആ സമീറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ തടിയും തണ്ടുള്ള പെണ്ണുങ്ങളാണ്. പിന്നെ ആണുങ്ങൾക്ക് കുറച്ച് മതി. എൻ്റെ സൗദത്ത, നിങ്ങൾ വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. ഇപ്പോൾ അവർക്കിപ്പോൾ അതിൻ്റെ സമയമാണോ? അവരെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ഗർഭസമയത്ത് ആകപ്പാട് വേദനയും പ്രയാസവും ഒക്കെ ആയി നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? ചിന്തിക്കാൻ പാടുണ്ടോയെന്ന് വെച്ചാൽ, അതെ, പ്രസവമൊക്കെ പണ്ട് കഴിയും. പിന്നെ എപ്പോഴും പോക്കും വരവൊക്കെ ആകുമ്പോഴേ പല ചിന്തകളും വരും. എൻ്റെ പൊന്നു സൗദത്ത, എൻ്റെ മനസ്സിലേക്ക് അങ്ങനത്തെ വേണ്ടാത്ത ചിന്തയൊന്നും വന്നിട്ടില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. അതൊക്കെ എൻ്റെ പോസിറ്റീവ്. നുസിയെ, ഞാൻ എന്നോട് ഒരു കാര്യം പറയാം. എൻ്റെ മാപ്പിളിനെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചോണ്ട്, പറഞ്ഞില്ലെന്ന് വേണ്ട. ശരിക്കും സൗദിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒരു പൊട്ടത്തരും ഒന്നുമില്ല. അപ്പോൾ നേരത്തെ ഇതൊക്കെ അഭിനയിച്ചതാണ് എന്ന് വരെ തോന്നിപ്പോയി നുസൈബക്ക്. എൻ്റെ പൊന്നിത്ത, ശരിക്കും നുസൈബക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി അവളുടെ സംസാരം കേട്ട്. എന്നാലും അവൾ വല്ലാതെ ഒന്നും മൈൻഡ് ചെയ്യില്ല. അവൾ അവളുടെ ജോലിയുമായി മുന്നോട്ട് പോയി. കാര്യം, അവളുടെ സംസാരത്തിനൊക്കെ നിന്ന് കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് പിരാന്തായി മാറും. ഉമ്മ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ നിന്നോണ്ടി എന്നുള്ളത്. വെറുതെ എന്തിനാ ഓരോ പ്രശ്നത്തിനും കാര്യങ്ങളൊക്കെ നിൽക്കണേ? ഞാൻ ഒന്നിനുമില്ലേ. പഠിച്ചോനെ, നീ കാക്ക്.
എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് നേരെ പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല, നമ്മുടെ ഫൈസി ഉസ്താദിൻ്റെ ഫ്ലാറ്റിലേക്കായിരുന്നു പോയത്. ഷമ്മാസ് ഓടി കിതച്ചെത്തി. അവൻ ബെല്ലടിച്ചു. ഉസ്താദ് അതാ ബെല്ലടി കേട്ട് വാതിൽ തുറക്കുവാൻ വേണ്ടി വരുന്നു. ഓ, ആരാന്നാവോ? ആ, ഷാമോനോ? അസ്സലാമു അലൈക്കും ഉസ്താദേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. കയറി വാ മോൻ ഷാമോനെ. എന്താടത്? അതെ, ഉമ്മ പറഞ്ഞതാണ്. ഓ അങ്ങനെ. ഉമ്മ അപ്പോഴേക്കും ഉമ്മ വന്നു. ആ മോനെ ഷാമോനെ ജ് എത്തിയോ? ഉമ്മാൻ്റെ കുട്ടി വേഗം അങ്ങോട്ട് പോകുന്നില്ലേ? അതന്നെ നല്ലത്. ഉമ്മ ഇതാ അവൻ നേരെ ഏതാ സംസം വെള്ളവും മറിയം പോവും ഉമ്മക്ക് കൊടുക്കുന്നു. അൽഹംദുലില്ലാ. ഇതേ ഞാൻ നാളെ ഉംറക്ക് പോയപ്പോൾ വാങ്ങിയതാണ്. ഉംറക്കും ഹജ്ജിനും പോകുമ്പോൾ ഞാൻ മറിയം പൂവും വാങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു വിശ്വാസമാണ്. അതായത് ഒന്നുമല്ല, ആർക്കെങ്കിലും പ്രസവവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇടങ്ങാറാകുന്ന സമയം വരികയാണെങ്കിൽ ഞാനത് കൊണ്ട് വെള്ളത്തിലിട്ട് വെക്കും. നാളിപ്പോൾ ആശുപത്രിക്ക് ഇപ്പോൾ ആർക്കൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചിനോ. കാരണം ഇപ്പോൾ ഡോക്ടർമാരെ ലാസ്റ്റ് പറയല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസമുള്ളത് ചെയ്യാണ്ടേ ചെയ്തോളീന്ന് ലാസ്റ്റ് പറയും. കാരണം ഓലിപ്പോൾ പ്രസവത്തിന് ഒരു തിരക്കിടും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഓല് പറയല്ലോ. ഇനിയിപ്പോൾ ഓപ്പറേഷൻ അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലവർ നല്ലോല് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാണ്ടേ ചെയ്തോളിട്ടോന്ന്. അപ്പം ഞാൻ എന്ത് കാട്ടി, ഞാനിപ്പോൾ നമ്മളെ സാജിൻ്റെ പ്രസവത്തിനായിട്ട് ഒരു ദിവസം ഞാൻ ഈ മറിയമ്പൂ കൈ പിടിച്ചിനും. അപ്പോൾ ഒരു പെണ്ണുണ്ട്, എത്രയായിട്ടും പ്രസവവേദന സഹിച്ച് ആ പെണ്ണിങ്ങോട്ട് ഇടങ്ങാറാകണം. ലാബ് റൂമിൽ കിടന്നുകാണ്ടും ഇങ്ങോട്ട് പെണ്ണ് പെടിയാണ്. അവിടെ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇനി കാത്തിക്കാൻ പറ്റൂല, വേഗം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓലമ്മാനോട് എല്ലാവരും സങ്കടപ്പെട്ട് ദുആ, കാരണം ആ പെണ്ണ് അത്രയും ഇടങ്ങാറാണ്ട് സങ്കടപ്പെട്ട് ദുആ ചെയ്യണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് കുട്ടികളെ ഞാൻ മറിയമ്പൂ എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചേക്കണം. എന്നെ മോളെ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളൂ. ആ നേരത്താണ് ഇപ്പോൾ അത്. എന്നാൽ ഇതൊന്നാ വെള്ളത്തിലൊന്നാണ്ട് ഇട്ടാളി എന്ന് പറഞ്ഞു. വിശ്വാസപ്രകാരം അതുകൊണ്ട് വെള്ളത്തിലിട്ട് വിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ വന്ന് കഴിഞ്ഞാൽ തൂക്കാത്രത്തിലൊക്കെ ഇട്ടിക്കണമെങ്കിൽ തൂക്കാത്രത്തിൻ്റെ മൂടി വരെ പൊന്തികാണ്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെ ആ പൂവ് ഇങ്ങോട്ട് വിരിയും. ആ പൂവ് നല്ലോണം ഇങ്ങോട്ട് വിരിഞ്ഞ് വരികയാണെങ്കിൽ പ്രസവം ഉണ്ടാവുമെന്ന് അങ്ങനെയൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. പക്ഷേ ചിലവർക്ക് ആ വിശ്വാസം ഉണ്ടാവില്ല, തീരെ വിശ്വാസം ഇല്ലാത്തവരും ഉണ്ട്. ഒരു പൂവാണല്ലോ പ്രസവം ഉണ്ടാക്കുക. അങ്ങനല്ല, നമുക്കിപ്പോൾ മറിയം ബീവി എന്ന് വെച്ചാൽ ആ പ്രസവവേദന ഇളകിയ സമയത്ത് എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ? പൊന്നാര മക്കളെ, നമ്മളൊക്കെ എത്ര റാഹത്തോടു കൂടിയാണ് ബീവി അനുഭവിച്ച വേദനകളും യാതനകളൊക്കെ എത്രമാത്രം ആയിരുന്നു. അതും പിതാവില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ റബ്ബേ, ആളുകൾ എത്രമാത്രം അവരെ കല്ലെറിഞ്ഞിട്ടുണ്ടാകും. ആ മറിയം ബീവിയുടെ പൂവാണ് നമ്മൾ ഈ പറയപ്പെടുന്ന ഈ ഒരു പൂവ്. മറിയം പൂവ് എന്നാണ് ഇതിന് പറയുന്നതും. അതുകൊണ്ട് തന്നെ അതിനൊരു ഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവരൊരു സാധാരണ സ്ത്രീയല്ലായിരുന്നു. ചെറുപ്പം മുതലേ അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകിയിരുന്ന പരിശുദ്ധ ജീവിതം നയിച്ച ഒരു സ്ത്രീ. ഒരു ദിവസം അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ അടുത്തെത്തി. ഒരു മഹത്തായ വാർത്തയുമായിട്ടായിരുന്നു ആ വരവ്. മറിയമേ, അള്ളാഹു നിങ്ങൾക്കൊരു പുത്രനെ നൽകുന്നുണ്ട്. ആ വാക്കുകൾ കേട്ട് മറിയം ബീവി ആകപ്പാടെ അവരുടെ ഹൃദയം പോലും നിശ്ചലമായി. എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല, എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കും? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് വളരെ എളുപ്പമാണ്. ആ ദിവസത്തിനു ശേഷം മറിയം ബീവിയുടെ ജീവിതം മാറിമറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അതെ, മറിയം ബീവിയുടെ വയറിനുള്ളിൽ ഒരു കുഞ്ഞ് വളർന്നു വലുതാകുന്നുണ്ട്. ഗർഭം വളരുകയാണ്. പക്ഷേ അതിനൊപ്പം മറ്റൊന്നും വളരുകയായിരുന്നു, മനസ്സിലെ ആശങ്ക. ജനങ്ങൾ എന്തു പറയും? ആരാണെന്നെ വിശ്വസിക്കുക? ഞാൻ എങ്ങനെ ഇതെല്ലാം സഹിക്കും? ഈ ചോദ്യങ്ങൾ പലപ്പോഴും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. എന്നാൽ ഓരോ തവണയും അവർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവസാനം പ്രസവ സമയം അടുത്തെത്തി. ഒരു ദിവസം അവർക്ക് ചെറിയൊരു വേദന അനുഭവപ്പെട്ടു. അത് സാധാരണ വേദനയല്ലായിരുന്നു. ഒരു ഉമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള നിമിഷങ്ങളുടെ തുടക്കമായിരുന്നു അത്. മറിയം ബീവി ഒറ്റയ്ക്കായിരുന്നു. അവരുടെ അടുത്ത് ഉമ്മയില്ല, സഹോദരിയില്ല, ഭർത്താവില്ല, സഹായിക്കാൻ ആരുമില്ല. വേദന കൂടിക്കൂടി വന്നു. ഓരോ നിമിഷവും ശരീരം ക്ഷീണിച്ചു. ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടായി. അവർ പതുക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിന്നു.
അവരുടെ കാലുകൾ വിറച്ചു. എല്ലാവരും കളിയാക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള വിഷമഘട്ടം. എന്നാലും അവർ മുന്നോട്ട് നീങ്ങി. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവർ ഒരു ഈത്തപ്പനയുടെ അടുത്തെത്തി. അവർക്കിനി നടക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്ക് പ്രസവവേദന തുടങ്ങിയിരുന്നു. അവർ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. പ്രസവവേദന ശക്തമായി. കണ്ണീർ ഒഴുകി. അവർ ആകാശത്തേക്ക് നോക്കി. ജീവിതത്തിൽ ഇത്രയും കഠിനമായ നിമിഷം അവർ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ആ വേദനയുടെ നടുവിൽ അവർ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാനൊന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വരെ. ആ വാക്കുകൾ നിരാശയുടെ വാക്കുകളായിരുന്നില്ല. ഒരു സ്ത്രീ അനുഭവിക്കുന്ന അസഹനീയമായ വേദനയുടെ വാക്കുകളായിരുന്നു. ആ സമയത്ത് ചുറ്റും ആരുമില്ല, പക്ഷേ എല്ലാം ഒരാൾ കാണുന്നുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരുടെ കണ്ണീരിൻ്റെ ഓരോ തുള്ളിയും കാണുന്ന റബ്ബ്. പെട്ടെന്ന് അവർക്ക് ഒരാശ്വാസം അനുഭവിച്ചു. ആ ശബ്ദം അവരെ വിളിച്ചു, മറിയമേ, ദുഃഖിക്കേണ്ട. ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ സമാധാനം നിറയാൻ തുടങ്ങി. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ താഴെ ഒരു അരുവി ഒഴുക്കിയിരിക്കുന്നു. മറിയം ബീവി താഴേക്ക് നോക്കി. അവിടെ ശുദ്ധമായ വെള്ളം ഒഴുകുന്നു. വളരെയധികം ദാഹിച്ചു വലഞ്ഞ രീതിയിലായിരുന്നു. അവർ അത്ഭുതപ്പെട്ടു. വരണ്ട പ്രദേശത്ത് ഒരരുവി. അത് അള്ളാഹുവിൻ്റെ കരുണയായിരുന്നു. പക്ഷേ അത്ഭുതങ്ങൾ അവിടെ അവസാനിച്ചില്ല. അള്ളാഹു വീണ്ടും കൽപ്പിച്ചു, ഈത്തപ്പനയുടെ തടി നിങ്ങളുടെ ഭാഗത്തേക്ക് കുലുക്കുക. മറിയം ബീവി ക്ഷീണിതയായിരുന്നു. അവർക്ക് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവർ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു. അവർ കൈ നീട്ടി ഈത്തപ്പനയുടെ തടി പിടിച്ചു. പതുക്കെ കുലുക്കി. അപ്പോൾ പഴുത്ത ഈത്തപ്പഴങ്ങൾ താഴേക്ക് വീഴാൻ തുടങ്ങി. ഒന്നല്ല, രണ്ടല്ല, ധാരാളം ഈത്തപ്പഴങ്ങൾ. അള്ളാഹു പറഞ്ഞു, കഴിക്കുക, കുടിക്കുക, മനസ്സമാധാനത്തോടെ ഇരിക്കുക. മറിയം ബീവിയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഇത്തവണ അത് വേദനയുടെ കണ്ണീരല്ല, അത് നന്ദിയുടെ കണ്ണീരായിരുന്നു. എൻ്റെ റബ്ബ് എന്നെ മറന്നിട്ടില്ല. അവർ വെള്ളം ധാരാളം കുടിച്ചു, ഈത്തപ്പഴം കഴിച്ചു, ശക്തി വീണ്ടെടുത്തു. അതിനുശേഷം ആ മഹത്തായ നിമിഷമെത്തി. ലോകചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നിമിഷം. മറിയം ബീവി ഒരു കുഞ്ഞിന് ജന്മം നൽകി. അൽഹംദുലില്ലാ. ആ കുഞ്ഞ് പിന്നീട് ലോകത്തെ സത്യത്തിലേക്ക് വിളിച്ച മഹാനായ പ്രവാചകനായി മാറി, ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബീവി കുഞ്ഞിനെ കയ്യിലെടുത്തു. അവരുടെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രകാശവും ഉണ്ടായിരുന്നു. ഒരു ഉമ്മയുടെ സന്തോഷം, ഒരു വിശ്വാസിയുടെ സമാധാനം, ഒരു ദാസിയുടെ നന്ദി. ആ ഈത്തപ്പഴയുടെ ചുവട്ടിൽ, ആ ഏകാന്തമായ സ്ഥലത്ത്, ആരുമില്ലാത്ത സമയത്ത് അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസിയെ സഹായിച്ചു. അതെ, നമുക്ക് ആരും സഹായത്തിനില്ല എന്ന് വിചാരിക്കും, പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ മറിയം ബീവിയുടെ കഥ, പൊന്നു മക്കളെ, അത് വല്ലാത്തൊരു കഥയാണ്. ലോകത്ത് ആരാരുമില്ലാതിരുന്ന സമയത്ത് അള്ളാഹു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ നമുക്ക് എന്ത് പ്രയാസം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. എത്ര വലിയ കണ്ണുനീർ വന്നാലും അള്ളാഹുവിനെ മാത്രം ഓർക്കുക. അള്ളാഹു നമ്മെ ഒരിക്കലും ഓർക്കാതിരിക്കുന്നില്ല. നമ്മളാണ് അള്ളാഹുവിനെ മറക്കുന്നത്. ഈ മറിയം പൂവ് ഞാൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഖുർആനിലും ഹദീസിലും ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ ഇത്. അതായത് നമുക്കൊരു വിശ്വാസം ഉണ്ടാവൂലേ, പഠിച്ചോനെ, മറിയം ബീവി, അതെ, അവരാ പ്രസവ സമയത്ത് ഒറ്റക്കായിരുന്നു, ആരാരുമില്ലായിരുന്നു. പഠിച്ചോനെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുവാനും ഈത്തപ്പഴം കഴിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയായിരുന്നു. എന്നാൽ പലരും വിശ്വസിക്കുന്നുണ്ട് ഈ മറിയം പൂവ് ആ ഒരു മരത്തിൻ്റെ പൂവാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അത് വേനൽക്കാലത്ത് ചൂടായി കഴിയുമ്പോൾ ചുരുണ്ട് കൂടുകയും പിന്നീട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വിടരുകയും ചെയ്യുന്ന ഒരു പൂവാണ് മറിയം പൂവ്. പക്ഷേ നമുക്കതൊരു വിശ്വാസമാണ്. നമുക്ക് തോന്നും അതുകൊണ്ട് പടച്ച റബ്ബ് നമുക്ക് സുഖപ്രസവം തരുന്നു. കാരണം ഒരു മഹതിയായ ബീവിയല്ലേ മറിയം ബീവി. അത് അവരുടെ ഈത്തപ്പഴത്തിൻ്റെ പൂക്കുലുകളാണ് ഇതൊക്കെയെന്നല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത്. നമ്മളെ വിശ്വാസം പോലെ പടച്ച റബ്ബ് നമുക്ക് എല്ലാം എളുപ്പമാക്കി തരട്ടെ. എന്നാൽ നമ്മുടെ ഫൈസി ഉസ്താദ് എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഫൈസി ഉസ്താദ് ഒന്നും പ്രതികരിച്ചില്ല. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ എന്നാൽ ഇത് സംസം വെള്ളവും അതും കരുതി വെച്ചോളി. ആ മോനെ, ഉമ്മാൻ്റെ കുട്ടി എന്താ മട്ടം അവിടുത്തത്? ഉമ്മ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് മോനെ, 2 ദിവസം കൂടി അങ്ങനെ നിൽക്കിട്ടോ, എന്നിട്ട് ഞമ്മക്ക്
പ്രസവം കഴിഞ്ഞിട്ട് ഇൻഷാല്ല എന്താ വെച്ചാൽ ചെയ്യാനാണ്ട് വരാം. ഒന്നെങ്കിൽ നമുക്ക് എന്താ സമീറാനും കുട്ടികളാണ് കൊണ്ടുപോകണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണം. പിന്നെ ഉമ്മ അവിടെ വന്നാൽ ഒന്നുമല്ല, അവിടെ നിങ്ങൾ വന്നാൽ ഏറ്റവും നല്ലത് അതാണ്. വരാഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല കേട്ടമ്മ, നിങ്ങൾ അങ്ങോട്ട് പോരെ. മോനെ എൻ്റെ കുട്ടീൻ്റെ ഒരു കാര്യം ആയിക്കോട്ടെ അമ്മ അങ്ങോട്ട് വരേ കേട്ടോ. ഏതായാലും ഈ കുളത്തിലിട്ടിട്ട് പോകാൻ വയ്യല്ലോ, അതുകൊണ്ടാണ് ആരും ഇല്ലാത്തതല്ലേ. പഠിച്ചോൻ കാണുന്നുണ്ടാവുമല്ലോ ഇതൊക്കെ, നമ്മൾ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടേ കേട്ടോ. അല്ല സൗദൻ്റെ വർത്താനം ഇപ്പം എന്താ, എന്തെങ്കിലും മാറ്റങ്ങൾ എന്തേലും ഉണ്ടോ? ഉമ്മ അതുപോലത്തൊക്കെ തന്നെ, ചിലപ്പോൾ ഒരു അന്തമില്ലാത്ത വർത്താനാണ്, എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. മോനെ നല്ലോണം കരുതിക്കട്ടോ, ഒന്നിനും മടിക്കാത്തോലാണ്. ആ കുഞ്ഞിക്കതിയാൻ്റെ മോളല്ലേ, എന്തും കാട്ടിക്കൂട്ടും, എന്നാലും നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അത് ഷമ്മാസ് സംസം വെള്ളവും മറിയം പൂവൊക്കെ കൊണ്ട് ചെന്ന് കൊടുത്തു തിരിച്ചു പോകുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഉസ്താദ് പെട്ടെന്ന് ഷാമോനെ, ആ ഉസ്താദേ, ഷമോൻ പ്രത്യേകം ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. എനിക്ക് ഉസ്താദ് ഒരു പേടിയും പേടിക്കണ്ട, ഉമ്മ വരെ ഇവിടെ ഒന്ന് നിന്നില്ലേ, പിന്നെ നിങ്ങൾ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്താൽ തന്നെ. ഷമോനെ, എന്നാൽ എനിക്ക് ആകെപ്പാടൊരു ഭയം, ടെൻഷന്. കാരണം ഒരു പ്രസവം കഴിഞ്ഞ് 1 വയസ്സായപ്പോഴാണ് എൻ്റെ സുഹറ എന്നെ വിട്ടു പോയത്. എനിക്ക് സമീറയുടെ കാര്യത്തിൽ അവളുടെ അസ്വസ്ഥത കാണുമ്പോൾ, അവളുടെ ഒരു പ്രയാസം കാണുമ്പോൾ എനിക്ക് വല്ലാതെ ബേജാറാണ് ഷാമോനെ. എനിക്കെന്താ അറിയില്ല, എന്താ ഉസ്താദ് നിങ്ങൾ തന്നെ എല്ലാവർക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ആൾ, നിങ്ങൾ ഇത്ര ടെൻഷനായാലും ഇപ്പോൾ എങ്ങനെ? അല്ല എന്നാലും എനിക്ക് എന്തൊക്കെയോ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. പഠിച്ച റബ്ബുണ്ടല്ലോ നമുക്ക്. പിന്നെ പോരാത്തിന് എൻ്റെ ഉമ്മ ഉണ്ടല്ലോ ഇവിടെ, ഉമ്മ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എന്താ, ശരിയാണ്. ഉമ്മ വന്നപ്പോൾ ഷാമോനെ വല്ലാത്തൊരു ആശ്വാസം എനിക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉമ്മയോ ഉപ്പയോ ആരുമില്ല, അവൾക്കും ഇല്ല. അപ്പോൾ ഉമ്മയെന്ന് വിളിക്കാൻ ആരുമില്ല. ആ ഒരു സമയത്താണ് ഉമ്മയുടെ സ്ഥാനത്തായിട്ട് ഷാമോൻ്റെ ഉമ്മ വന്നത്. അത് വല്ലാത്തൊരു സന്തോഷമായിട്ടോ, ഞാൻ പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹുവേ, ആ ഉമ്മാക്ക് റഹ്മാനെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ഏത് വിഷമഘട്ടങ്ങളിലും കുടുങ്ങിയ സമയത്തും ആർക്കും താങ്ങായും തണലായും നിൽക്കുന്ന ഐഷുമ്മ, ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യായിരുന്നു. ഷാമോൻ പറഞ്ഞു, ഒരു പേടിയും പേടിക്കണ്ട. ആ ഉസ്താദ് എന്തുണ്ടെങ്കിലും വിളിക്കും, ഇനി വേറെ വണ്ടിയൊന്നും വിളിക്കണ്ട കേട്ടോ, എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എന്നാൽ ശരി. എന്നാൽ സമീറ, ഉമ്മ ഷാമോൻക്കൊന്നും കൊടുത്തില്ലല്ലോ. മോളെ, എല്ലാവർക്കും എന്നോൾക്കൊക്കെ ഈ ചായയും വെള്ളം കൊടുക്കാൻ നിന്നിട്ടാണെങ്കിൽ പൊറുതിയേട്. ഉമ്മ എന്തെങ്കിലും കൊടുക്കണം ഉമ്മ, എനിക്കാണെങ്കിൽ. എന്നാൽ ശരിക്കും സമീറയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഷാമോനെ എന്തെങ്കിലും കുടിച്ചിട്ട് പോവുഞ്ഞേ, ഇങ്ങോട്ട് പോന്നാളി. ഉമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം മതിപ്പോ. ഉമ്മ അവനക്ക് വെള്ളം എടുത്തു കൊടുത്തു. സത്യം പറഞ്ഞാൽ സമീറത്തിയുടെ അവസ്ഥയും കാര്യങ്ങളും ഉസ്താദിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ കണ്ടപ്പോൾ ഷമ്മാസിന് തന്നെ വല്ലാത്ത വിഷമായി. റബ്ബേ, യാതൊരു കുഴപ്പവും ഇല്ലാതെ പെട്ടെന്ന് എല്ലാം റാഹത്തായി കഴിയണേ അല്ലാ. ഉസ്താദേ, എന്നാൽ ഞാൻ പോട്ടെ. ഉമ്മ ഞാൻ പോയിട്ട് വരാം, എന്തിൻ്റെ വിളിക്കട്ടോ. അങ്ങനെ അത് ഷമ്മാസ് അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഫൈസി ഉസ്താദിന് വല്ലാത്ത ടെൻഷനായിരുന്നു. കാരണം തൻ്റെ ഭാര്യയുടെ അവസ്ഥ അതെ ഇന്നോ നാളെ എന്ന് കരുതി നിൽക്കുകയാണ്. നിറവയറുമായി അവൾക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. കാലുകളിൽ നീര് വന്നിട്ട് അതിലേറെ പ്രഷർ കൂടുമോ എന്നുള്ള ഭയവും. ഉമ്മ ഓരോന്ന് അവൾക്ക് ചെല്ലി ഊതി കൊടുക്കുന്നുണ്ട്. മോളെ, നഫീസത്ത് ബീവിൻ്റെ പേരിൽ യാസീൻ അങ്ങനെ ഓതാ. പിന്നെ പ്രസവവേദനയുടെ സമയത്ത് യാ ലത്തീഫ് യാ സലാം അങ്ങനെ ചെല്ല. ലാ ഇലാഹ ഇല്ലാത്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അങ്ങനെ ചെല്ലന്നെ. ഉമ്മ അവൾക്ക് ഓരോന്ന് ചെല്ലി ഊതി കൊടുക്കുന്നുണ്ട്. ഫൈസി ഉസ്താദും അതുപോലെ തന്നെ. ശരിക്കും സമീറയുടെ അവസ്ഥ പരിതാപകരമായ ഒരവസ്ഥ തന്നെയാണ്. എന്തെന്നറിയില്ല, അവൾക്ക് പ്രഷർ കൂടുകയാണോ അതോ ഇനി എന്ത് പ്രശ്നം അറിയില്ല, അവൾക്ക് വല്ലാത്ത ക്ഷീണം പ്രയാസം ഒക്കെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. ഉമ്മ ആകെ ബേജാറാകുന്നു. മോളെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നഫീസത്തിൻ്റെ പേരിൽ ഇങ്ങനെ യാസീനും ഫാത്തിയൊക്കെ ഇങ്ങനെ ഓതാം. മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഉമ്മ അങ്ങനെയൊന്നുമില്ല അമ്മ. ശരിക്കും അവളുടെ ആ ഒരു നടത്തം കാണുമ്പോൾ തന്നെ ഉമ്മക്ക് ടെൻഷനാകുകയാണ്. ഇനിയിപ്പോൾ എന്താ ഇനി കാട്ടുക? ഡേറ്റ് ആണെങ്കിൽ ഇനിയിപ്പോൾ 8 ദിവസം എങ്ങാനും ഉണ്ടേനും. ഇതിന് മുമ്പ് തന്നെ പോയാണ്ട് അഡ്മിറ്റ് ആക്കിയാൽ ഓലെന്താട്ടും, ഓലെ വേണ്ട് കീറി എടുക്കും. അതാ ഉണ്ടാല്. നേരം കാലം ആയിട്ടും ഉണ്ടാവില്ല. ഒരു ഡേറ്റ് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വിടൂലല്ലോ. അതാണ് ഇപ്പോൾ കണക്ക്. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക?
ഒക്കെ റാഹത്തായിക്കോളും. 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പ്രസവം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇന്നോ നാളൊക്കെ ഉണ്ടാവും തന്നെ തോന്നുന്നത്. ഏതായാലും ഞാൻ ആ റുക്യാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇനി റുക്യാനെ വിളിച്ചിട്ട് ഓളിഞ്ഞിപ്പോൾ ഏതൊക്കെ പറഞ്ഞ് നോക്കാലോ. ഓളെ നമ്പർ ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഉണ്ടാ എന്താവോ. എന്നാൽ ഞാൻ എൻ്റെ ഷാമോനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ അത് ഐഷുമ്മ ഷാമോനെ വിളിക്കുന്നു. യാത്ര ചെയ്യുന്നതിനിടയിൽ ഷാമോൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലാ, ഉമ്മയാണല്ലോ. എന്താ സെമീർത്തക്ക് എന്തെങ്കിലും പെയിന് കൂടിയോ? ഹലോ ഉമ്മ, എന്ത് പറ്റി? മോനെ, എടാ ആ റുക്യാത്താൻ്റെ നമ്പർ എൻ്റെ ഫോണിലുണ്ടോ? ഉമ്മ എന്തിനാ? അല്ലേ, ഒന്ന് നോക്കിച്ചാനേ ഓൽക്ക് പറയണേ എന്നല്ലേ. ഒരു തലമുറൻ്റെ പ്രസവം മുഴുവനോ എടുത്തത് ഓലൊക്കെ തന്നെ അല്ലേനാ. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി ഇനിയിപ്പോൾ അതിനെ വിളിക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോരെ. എൻ്റെ പൊന്നാര കുട്ടിയെ ഒന്ന് വിളിച്ച് നോക്കട്ടെ. അല്ല ഇപ്പം തന്നെ ചെന്നാൽ കീറി പൊളിച്ചെടുക്കൂലെണ്ണേ. ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് തീക്ക് വിടുക, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചേ ചെയ്യണം. ഒന്ന് വരാൻ പറഞ്ഞേക്കണ് പറ്റുന്നുണ്ടെങ്കിലേ ആ കാറായിട്ട് അവളെ പെരീക്കാണ് പോയിക്കോ. ഉമ്മ നിങ്ങളൊന്ന് വിളിച്ച്, ഞാൻ നമ്പർ വിട്ടു തരാം, ആദ്യം നിങ്ങളൊന്ന് വിളിച്ച് പറയും. ആയിക്കോട്ടെ, വിട്ടുവിടേടാ. അങ്ങനെ ഏതാ ഷമ്മാസിൻ്റെ ഫോണിൽ നിന്ന് ഉമ്മാക്ക് നമ്പർ സെൻഡ് ചെയ്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഷമ്മാസിന് അവരെ അത്ര ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒന്നുമല്ല, അവരുടെ ഏഷ്യനും പരദൂഷണവും പ്രശ്നം ഉണ്ടാക്കലൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഉസ്താദിനെ കൊണ്ട് അവരുടെ കുടുംബത്തിൽ താങ്കളുടെ മോളെ കെട്ടിക്കാനൊക്കെ അന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഉസ്താദിനോട് വഴിയിലൊക്കെ നിർത്തി എന്തൊക്കെ ചോദിച്ചൊക്കെ ചെയ്തിരുന്നു. ആ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്നാലും ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. എന്തായാലും അവന് ഉമ്മാക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഏതാ ഉമ്മ റുക്യാത്താനെ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഈ പമ്പറന്നോൾ എടുക്കണില്ലല്ലോ ഇപ്പോൾ ഇതിപ്പോൾ എന്താ? ഹലോ. അപ്പുറത്തു നിന്നൊരു കുട്ടിയുടെ ശബ്ദം. ഹലോ മോളെ, ഉമ്മ എവിടെ? ഉമ്മമ്മ കുളിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓളിപ്പോൾ കുളി നനയൊക്കെ തുടങ്ങിയോ? അപ്പം തന്നെ ഇപ്പോൾ എവിടേക്കും പോകാൻ എന്താവോ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് വിളിക്കുന്നു. ഹലോ, ഇത് റുക്കിയല്ലേ? ഇതിപ്പോൾ ആരാ? ഐഷുമ്മേ. പഠിച്ചോനെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. ഐഷുമ്മാൻ്റെ പെരിയിൽ പോയാൽ കിട്ടണിനെ പറ്റിയും അവിടുന്ന് തേങ്ങയും അരിയും പൈസയും തരാതെ ഓൾ ഒരു ദിവസം വിടൂല. ഇനിയിപ്പോൾ എണ്ണായാലും അവിടെ പേറും കുളി ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ശാകരാണ്. എല്ലാം നല്ല മട്ടത്തിന്. വള വരെ തന്നതല്ലേ. ഞാൻ എപ്പോഴും വിചാരിച്ചു എൻ്റെ പേരക്കുട്ടികളിനോട് പറയേ, ആ വള ഇങ്ങോട്ട് തരുമ്മമ്മ, ഞങ്ങൾക്ക് എന്തോരം ചുരുക്കുള്ള വളയാണെന്ന് പറയും. ഞാൻ പറയും അത് എനിക്ക് എൻ്റെ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് തന്നാണ്, ഷാമവും വാങ്ങി തന്നാണത്. ഐഷുമ്മയും ഓൽ രണ്ടാളും കൂടി ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരു ബേജാറും പേടി. ഇനിയിപ്പോൾ അവിടെ പേറും പ്രസവം ഇപ്പം അടുത്തൊന്നും ഉണ്ടാവില്ലേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നാലും എടി ഇജ് വാങ്ങിത്തന്ന വള അതുകൊണ്ട് എൻ്റെ കൈമലുണ്ട്. മറ്റേ ഞാൻ സ്വർണ്ണവള ഇട്ടിട്ടേ ഇല്ലായിരുന്നു. ഏതായാലും ആ വള അങ്ങനെ ഇട്ടപ്പോഴേ മുക്കിൻ്റെ വള ഇടേണ്ട ഒരു ഗതി പിന്നെ വന്നിട്ടില്ല. മറ്റേത് ഈ ഗ്യാരണ്ടി വളയും ഇതൊക്കെ ഞാനിങ്ങനെ ഇട്ട് നടക്കേനു. പക്ഷെ അതൊക്കെ കയ്യിൽ നല്ല ചൊറിച്ചിലുണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ഇതിപ്പോൾ സ്വർണ്ണം അതിൻ്റെ ശേഷേ നല്ല ഒരു സുഖമാണ്. ഒന്നും ഊരി മാറ്റി ഒഴിവാക്കും വേണ്ട, എന്നും കാലാകാലം ഇടുകയും ചെയ്യുക. അങ്ങനെ എന്നാലെടി ഞാൻ മറക്കൂലട്ട. എനിക്ക് പുത്തൻ വീട് തറവാനോട് എന്നും നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തിൽ. അല്ല ഐശോ, ഇജിപ്പോൾ എന്ത് വിളിച്ചാൻ കാരണം? ഒന്നുമില്ലടി ഇജേ, ഞാൻ എൻ്റെ ഷാമോനൊന്ന് പറഞ്ഞേക്കാം. ഇജൊന്നും ഓൻ്റെ വണ്ടി വരുമോ? എന്തിയേ? അല്ലേ, അതിപ്പോൾ എൻ്റെ മോൾക്കേ, ഓള് 10 കഴിഞ്ഞിക്കല്ലേ. മോളോ? എൻ്റെ മോള് സാജിക്കോ? എനിക്ക് ഒരു മോളല്ലല്ലോ, മോൾ എനിക്ക് വേറെ ഉണ്ടല്ലോ. ഇജ് അറിഞ്ഞിട്ടില്ല? സെമീറേക്കാരല്ലേ. പഠിച്ചോനെ, ഞാനിങ്ങനെ മനസ്സിൽ ഊഹിച്ചീനു. പിന്നെ ഇപ്പം നിങ്ങൾ ആ കാര്യത്തിൽ നമ്മളെ വിളിച്ചൂല എനിക്ക് നല്ലോ ഉറപ്പുണ്ടേനു. എൻ്റെ മനസ്സൊക്കെ നല്ല വേദന ഉണ്ടേനു ആ കാര്യത്തിൽ. എന്നാലും ഇപ്പം ഐഷും എന്നെ വിളിച്ചാൽ ഞാൻ കഴിച്ചിലായി. എനിക്ക് നിങ്ങളെത്തു നിന്ന് കിട്ടണ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു മട്ടത്തിൽ എനിക്ക് ജീവിച്ച് പോവേനു. ശരി. അപ്പം ഞാൻ എന്നാലേ എന്താടി ഞാൻ ഉടുക്കമാണെങ്കിലും ഞാൻ വന്നോളാം. ഞാൻ ഉടുക്ക വരേണ്ടത് ആശുപത്രിക്ക് വരുന്നത്, പെരീക്ക് ഉടുക്ക വരേണ്ടത്, പുത്തൻ വീട് തറവാട്ടിക്ക് ഞാൻ അപ്പം തന്നെ ഓട്ടോറിക്ഷയും വിളിച്ച് വരാം. അല്ല, ഞാൻ ഷാമോനെ പറഞ്ഞേക്കാം കേട്ടോ, ഒന്ന് വന്ന് നോക്ക്. അങ്ങനെ അപ്പോൾ തന്നെ ഷമ്മാസിനെ ഉമ്മ വിളിക്കുന്നു. മോനെ ഷാമോനെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അടുക്കറിയില്ല വയ്യേ? ഉമ്മ, ഞാൻ പോയി നോക്കാം. അങ്ങനെ ഷമ്മാസ് കാറുമായി നേരെ പോകുന്നു അവരുടെ വീട്ടിലേക്ക്. അവർ പർദ്ദയും മഫ്തയൊക്കെ ഇട്ട് കാത്തി നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ ഷാമോനെ കയറിക്കത്തുള്ളൂ, ചായൻ്റെ എല്ലാം കുടിച്ചാ? വേണ്ട താത്ത, നിങ്ങൾ വണ്ടി കയറി. അങ്ങനെ അവർ
കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. അല്ല കുട്ടിയെ, ഇതിപ്പോൾ എന്ത് ഓൾക്ക് തേഞ്ഞപ്പത് ഞാൻ അങ്ങനെ ഊഹിച്ചിനോ. പിന്നെ എൻ്റെ അമ്മ വിളിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ. പൊന്നാര ഷമ്മാസ്, ഞാനൊന്നും മറന്നിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കാം, ഈ 2 വളയും അന്ന് ഞാൻ വാങ്ങി തന്നെ നുസിൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത്. ഏതായാലും നല്ലൊരു മട്ടത്ത് ഞാൻ എന്നും ദ്വാരക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആ വള കിട്ടിയതുകൊണ്ട് ഇപ്പം എനിക്ക് എല്ലാവരും ചോദിച്ചു, ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വില എത്ര, പെരക്കാർ ചോദിച്ചു, മക്കൾ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു. അത് തന്നാളി, നിങ്ങൾ ഊരിക്കാളി, തന്നാളി, പെരപ്പണി എന്തൊക്കെയോ എടുക്കാണ്ട് ചെയ്യാണ്ട് നിങ്ങളിപ്പോൾ അത് കയ്യുമ്പോൾ വളയിട്ട് പുതിയണ്ണുങ്ങളമാർ നിൽക്കുക. ഞാൻ പറഞ്ഞു ഞാനത് ഊരൂല. എന്നോട് ഐഷുമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരേ ചെയ്യരുത് എന്നുള്ളത്. കാരണം എന്താ, ഓള് അതുകൊണ്ടിപ്പോൾ ഒരു ഉറപ്പാണ്. ഇനിയിപ്പോൾ മരിച്ചാലും വേണ്ടേ ഞമ്മക്കിപ്പം പൈസ, മരിച്ചാലും വേണം ഖബർ കുത്താനും അതിനും എന്തിനും ദിക്കറിനൊക്കെ പൈസ വേണ്ടേ. അപ്പോൾ ഈ നോക്കാത്ത മക്കളും പൈസ ഇല്ലാത്ത മക്കളൊക്കെ ആകുമ്പോൾ ഞമ്മക്കൊരു ഇടങ്ങാറല്ല. നമ്മളെ മേത്ത് ഒരു തരി പൊന്നുണ്ടെങ്കിൽ അതാണ്ട് വിറ്റുകാണ്ട് ചെയ്യാലോ. അതുകൊണ്ടാണ് പൊന്നാര മോനെ എൻ്റെ കൈമ 2 ഈ വള ആദ്യം ഒരിക്കലും മറക്കൂല കേട്ടോ. നിങ്ങളോടുള്ളൊരു എനിക്കൊരു ഓർമ്മയാണ്, ഞാൻ ദോരക്കലാണത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പുത്തൻ വീട് തറവാട് വെറുതെ ഇനിയിപ്പോൾ പോകണ്ടല്ലോ, പോകാനൊക്കെ പൂതിയുണ്ട്, പോയി കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പൂതിയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഓരോ തിരക്കിലേക്ക് ഓരോരുത്തർ വിളിച്ചു അങ്ങനെ. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ഈ പെറ്റുകാണ്ട് ഇവിടേക്ക് പോവല്ലേ, ഈ മറ്റേ ഒരു സൈസ് സ്ഥാപനങ്ങളുണ്ടല്ലോ ഇപ്പോൾ, അവിടെ ഒഴിച്ചിലും അവിടെ ലേഹം വരകലും എല്ലാം കുളിപ്പിച്ചലും ഒക്കെ അവിടെ ഉണ്ട്. പെണ്ണിൻ്റെ ഒപ്പം നിൽക്കണോലും പെറ്റെടുക്കണോലും ഇപ്പോൾ നിൽക്കണോലും അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മളൊന്നും വല്ലാതെ ആർക്കും മാണ്ടല്ലോ. എന്നാലും ഞാൻ അങ്ങനെ മുടി കളയാനെന്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ പോകും. ഇപ്പോൾ പിന്നെ പഴയ മാതിരിയൊന്നും അങ്ങനെ വിളിയൊന്നും ഇല്ലല്ലോ. പിന്നെ പെരയെന്നുള്ള പേറും ഇതൊന്നും ഇപ്പോൾ ഇല്ലേനും. പണ്ടത്തെ കാലത്താണെങ്കിൽ എനിക്കൊരു ഒഴിവില്ലേനും. 13 വയസ്സിൽ തുടങ്ങിയതാണ് ഞാൻ ഈ ഒരു പ്രസവം എടുക്കലും ഇതൊക്കെ. 13 വയസ്സിൽ അന്ന് ഉമ്മാൻ്റെ ഒപ്പം ഇങ്ങനെ പോയി. പിന്നെ പഠിച്ചു വന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേയൊക്കെ വേറെ എന്തൊക്കെ പഠിച്ചാൻ പോയി. എന്നാൽ ഒന്ന് ഇവിടെ കഴിയുമ്പോഴത്തേന് ഒന്ന് അപ്പുറത്തെ പെരയിലേനും. അങ്ങനെ പണ്ടൊക്കെ എന്നാൽ 8ഉം 10ഉം മക്കളല്ലേ. ഇപ്പോൾ 1 2 കഴിഞ്ഞാൽ നിർത്തി. അതുള്ളത് ആശുപത്രിയിൽ നിന്ന്. നമുക്ക് പണിയൊന്നുമില്ലല്ലോ. അന്നൊക്കെ അങ്ങനെ ഒരു കാലേനും. ഷമ്മാസ് ഓരോന്ന് അവരുടെ സംസാരങ്ങൾ കേട്ട് മൂളിക്കൊടുത്തു. അല്ലാതെ അവനൊന്നും പ്രതികരിച്ചൊന്നും ചെയ്തില്ല. അല്ല കുഞ്ഞേ, ഓൾക്ക് നമ്പലം തുടങ്ങിക്കണാ? ശരിക്കും റുക്യാത്തയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസ് പറഞ്ഞു, അതെനിക്കറിയില്ല താത്ത, ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാം. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ അവിടെ എത്തി. അപ്പോൾ തന്നെ ഷമ്മാസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ആ ലിഫ്റ്റിലൊന്ന് വന്നോളൂ, ഒന്ന് ഇറങ്ങിക്കോളൂ പറ്റുന്നുണ്ടെങ്കിൽ. ആയിക്കോട്ടെ മോനെ. അങ്ങനെ അതാ ലിഫ്റ്റ് വഴി ഉമ്മ ഇറങ്ങി. അവിടെ മോനെ ഇഷോ എടി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പൊന്നാർ റുക്കി, എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം എൻ്റെ ആയിഷോ. എനിക്ക് നിങ്ങളങ്ങോട്ട് ആലോചിച്ചിട്ടേ എൻ്റെ കയ്യുമ്മക്ക് നോക്കി ഞാൻ കരയിലാണ്. ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്. അല്ല എന്തിയടി ഓൾക്ക് തുടങ്ങിക്കണാ? ഞാൻ അങ്ങനെ ഊഹിച്ച് നമ്മളെ വിളിയൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങോട്ട് പോരെ റുക്കിയ, ഇവിടെ നമുക്ക് സംസാരിക്കാം, ഇങ്ങോട്ട് കയറിക്കോ. അവർ ലിഫ്റ്റിൽ കയറി. ആയിഷുമ്മയോട് ഷമ്മാസ് പറഞ്ഞു, ഉമ്മ എന്നാൽ ഞാനങ്ങോട്ട്. മോനെ മോഞ്ഞി പോയിക്കോ. പിന്നെ റുക്കിയ എനിക്കിപ്പോൾ തന്നെ പോകണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? നോക്കുക, നമുക്ക് എങ്ങനെ വെച്ചാൽ നോക്കുക. അങ്ങനെ ഏതാ ഷമ്മാസ് പോയി. അവിടെ നിന്ന് റുക്കിയാത്ത് അകത്തേക്ക് കയറി. ശരിക്കും സമീറയെ കണ്ട്, മോളെ സമീറ അസ്സലാമു അലൈക്കും. ഇരട്ട കുട്ടികളാണല്ലോ അല്ലേ? എന്താ റുക്കിയ, ഒന്ന് നോക്കല്ലേ, ഒന്ന് പരിശോധിച്ച് എനിക്കിപ്പോൾ അറിയാലോ എന്താ ഏതൊക്കെ അയക്കണമെന്നൊക്കെ ഉള്ളത്. എനിക്കിപ്പോൾ 2ഉം 3ഉം കുട്ടികളൊക്കെ എടുത്തതാണല്ലോ ചെറുപ്പത്തിൽ കുറച്ച് മുമ്പ് അല്ലേ? എൻ്റെ പൊന്നാര ഐഷു 2ഉം 3എണ്ണത്തിനൊക്കെ ഞാൻ 3 കുട്ടികളൊക്കെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ എടുത്തേക്കണ്. ഇപ്പോഴും ആ കുട്ടികളെ ജീവിച്ചിരിക്കണ്. ഒരു കുഴപ്പമില്ലാത്ത നല്ല 3 മക്കൾ. അന്ന് 3 പെൺകുട്ടികളേനു. പിന്നെ 2 പെണ്ണും 1 ആണുണ്ടേനു. 3 ആൺകുട്ടികളുണ്ടേനു. പിന്നെ അത്രയ്ക്ക് 3 കുട്ടികൾ അങ്ങനെ ചുരുക്കേന്. പിന്നെ കാര്യമായിട്ട് ഇരട്ട കുട്ടികളും ആണും പെണ്ണുമായിട്ടും പെണ്ണും പെണ്ണുമായിട്ടും ആണും ആണുമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 2 കുട്ടികളല്ലേ, കണ്ടാൽ 3ൻ്റെ വള്ളം ഉണ്ട്. അത് പിന്നെ കുറച്ചുകൂടെ തടി നീരൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ 3 ഉള്ളമാരൊക്കെ തോന്നും. 5-8 പ്രസവങ്ങളൊക്കെ ഒരുമിച്ച് പ്രസവിക്കണ എത്ര ആൾക്കാർ അങ്ങനെയുണ്ട്. അല്ലാ എടി, എനിക്ക് ബുദ്ധിമുട്ട് എന്തെയുണ്ട മോളെ? റുക്കിയത്തയുടെ വാക്ക് കേട്ട് സമീറ പറഞ്ഞു, ഇല്ലത്തെ ചെറുതായി കാലിനൊക്കെ ഒരു വിങ്ങണ പോലെ ഇങ്ങനെ. പ്രഷർ ഉണ്ടായിട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം. വെള്ളം കുടിച്ചോട്ടോ നല്ലോണം. ഇപ്പോൾ കാര്യമായിട്ടൊന്നും
ആ ഏതായാലും എൻ്റെ ചേലും കോലം കണ്ടിട്ട് അതിനത്രം പോവില്ല, ഇനി അധികം മുന്നോട്ട് പോവില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാവൂടെ ഐശോ. എന്നാ ആ വാതിലൊന്നാണ്ട് ചാരിക്കാളാ, ഞാൻ ഓളൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. എന്നാലേ ഇപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ എവിടെ എത്തിക്കണേ എന്നൊക്കെ അറിയാനേ ഒന്ന് നോക്കട്ടെ ഞാൻ. അല്ല റുക്കിയ, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഒന്നും വേണ്ട, ഒന്നാണ് വായിൽ ചാരിക്കാളാ. എടി സെമിയെ ഒന്ന് കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നാണ് കെടുന്നാളെ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്കാനിങ് എടുക്കലും അത് ഇതാക്കലൊക്കെ ഉണ്ടാവും. നമ്മളുടെ പിന്നെ അതൊന്നല്ല. എനിക്കൊന്ന് പള്ളമുക്കൂടൊന്ന് കൈ കഴിഞ്ഞാലേ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും. കുട്ടീൻ്റെ കിടപ്പൊക്കെ എങ്ങനെയാന്ന് നോക്കാനൊക്കെ. ഇനി പിന്നെ കുട്ടി ഇറങ്ങിക്കണം അതും ഒന്ന് നോക്കണം. ശരിക്കും റുക്കിയാത്ത വന്നപ്പോൾ തന്നെ അവൾക്ക് അല്പം ഒരു ആശ്വാസം തോന്നി. എന്നാൽ ഉമ്മ ഈ സമയം പുറത്ത് പഠിച്ചോനെ റുക്കി ഇനിയിപ്പോൾ എന്താ അതും ഇതും അവിടെയും ഇവിടെയൊക്കെ പോയി പറയുകയാണെങ്കിലും പ്രസവത്തിന് നേരത്തെ ഓള് വരുമ്പോൾ ഒരു സുഖം തന്നെയാണ്. ഇനിയിപ്പോൾ ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചും അതൊക്കെ ഓള് പറയും. ഇനി കുട്ടി ഇറങ്ങിക്കണോ ഇല്ലേ, വികസനം വന്നിക്കണോ, അതൊക്കെ ഇനിയിപ്പോൾ ഇവൾക്കിതിപ്പോൾ ആദ്യത്താണ് പറയുമ്പോൾ. ആദ്യത്തേതാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവും. അത് ഇരട്ട കുട്ടികളും പഠിച്ചോനെ യാതൊരു കുഴപ്പവും ഉണ്ടാവരുതേ അല്ലാ. റുക്കിയാത്ത അത് സെമീറയെ പരിശോധിക്കുകയാണ്. ഉമ്മ ദുആ ചെയ്യുകയായിരുന്നു, പഠിച്ചോനെ ഒന്നും ഉണ്ടാവരുത്, എല്ലാം റാഹത്തോടു കൂടി കഴിയണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ റുക്കിയാത്ത സെമീറയോട് പറയുന്നു, മോളെ കുട്ടികളിപ്പോൾ ഒന്നിങ്ങോട്ട് ഇറങ്ങി തുടങ്ങിക്കണല്ലേടി. ഒരു കുട്ടി ഇങ്ങോട്ട് ഇറങ്ങിക്കണിട്ടാ, വൈക്കുമ്പോയാൽ വരില്ലേ കാരം. കുഴപ്പമൊന്നുമില്ല, കുട്ടിയൊക്കെ നല്ല മട്ടത്തിൽ തലയൊക്കെ തിരിഞ്ഞിക്കണേ. ഇതിപ്പോൾ ഇത് വൈകാതെ ബാത്റൂമിലൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കല്ലേട്ടാ. മറ്റേ അതിലൊന്നേ യൂറോപ്യൻക്കന്നെ പോയാൽ മതി, മറ്റേക്കൊന്നും അങ്ങനെ പോയിരിക്കല്ലേ വല്ലാതെ. പിന്നെ ഇതിപ്പോൾ ഏകദേശം വെറുതെ അല്ല, നടത്തത്തിനൊക്കെ ഒരു നല്ല മാറ്റം. പക്ഷെ വേദന തുടങ്ങിയിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ആദ്യത്തെ കന്നിപ്പേറാവുമ്പോഴേ ഇത് കുറച്ചീച്ച് ഇങ്ങനെ തുടങ്ങലേക്കാരം ഊരമ്മക്കൂടൊരു വേദന, കുറഞ്ഞൊരു വേദന. പിന്നെ ഇങ്ങനെ ഊക്കൂടി വരും. ചിലവർക്ക് 2 ദിവസം മുമ്പ് തന്നെ ഉണ്ടാവും, ചിലവർക്ക് അന്നേ ഉണ്ടാവുള്ളൂ. ചിലവരാണെങ്കിലോ 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും ചെയ്യും. ചിലവരാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ 5-6 മണിക്കൂർ അങ്ങനെ നീണ്ടു പോകും. അങ്ങനെ ഉണ്ടാവും കേസ്. ഒക്കെ പഠിച്ചവൻ്റെ അടുത്താണ്. ഏതായാലും പഠിച്ച റബ്ബ് പെട്ടെന്ന് ഇത് ഷിഫിയാക്കി തരട്ടെ, എല്ലാം നല്ല മട്ടത്തിലാക്കി തരട്ടെ. പിന്നെ റുക്കിയാത്ത വീണ്ടും നല്ല രീതിയിൽ അവളെ പരിശോധിക്കുന്നുണ്ട്. റുക്കിയാത്താക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇതിപ്പോൾ വല്ലാതെ പോകുമെന്ന് തോന്നുന്നില്ല. ഇനി പൈശുവിനോട് പറഞ്ഞാൽ അവൾക്ക് ബേജാറേക്കാരം. ഏതായാലും അങ്ങനെ ബേജാറാക്കണ്ട എടി, ഒന്ന് ചെരിഞ്ഞ് കിടന്ന് നീച്ചാനട്ടാ, അങ്ങനെ അച്ചേൽക്കണ് പൊന്തല്ലട്ടാ. കുഴപ്പമൊന്നുമില്ല, കുട്ടി ഇറങ്ങി തുടങ്ങിക്കണ്, ഒന്ന് ഇറങ്ങിക്കണ്, ഇനി മറ്റേത് പിന്നാലെ വരുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം എനിക്കൊരു നിൽക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ. കുട്ടി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇരിക്കലൊന്നും അങ്ങനെ വല്ലാതെ അങ്ങോട്ട് കഴിയൂല, നമുക്ക് ഒരു തടയണമാരൊക്കെ ഉണ്ടാവും. ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മോളെ, ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. റുക്കിയാത്തയുടെ വാക്ക് കേട്ടപ്പോൾ ശരിക്കും സെമീറ സന്തോഷിച്ചു. അതെ, ഇനി ഐഷുമ്മയോട് റുക്കിയാത്ത എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഐഷുമ്മ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സെമീറയുടെ പ്രസവം എങ്ങനെയായി തീരും, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.